കൊട്ടാരക്കര പള്ളിക്കൽ വേമ്പനാട് ഏലാപ്പുറം സർപ്പക്കാവിൽ സാമൂഹിക വിരുദ്ധരുടെ അക്രമം. വിഗ്രഹങ്ങളും വിളക്കുകളും നശിപ്പിച്ച നിലയിൽ. കലാപശ്രമമുണ്ടോ എന്ന സംശയമുണ്ട്. കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. വിവരങ്ങൾ മനോജാണ് നൽകുന്നത്. മനോജ്, ഈ ക്ഷേത്രത്തിന് നേരെ ആക്രമണം എപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്? വിഗ്രഹങ്ങൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചതായി ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റു വിശദാംശങ്ങൾ പറയും. ഗൗതം, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം. അതായത് ഈ സർപ്പക്കാവാണ്. ഈ സർപ്പക്കാവിൽ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ആക്രമണം നടന്നിരുന്നത്. എന്തായാലും അതിനുശേഷം ഇന്ന് രാവിലെ അവിടെ എത്തിയ തിരുമേനിയാണ് ഈ സംഭവം കാണുന്നത്. അതായത് ഈ ക്ഷേത്രത്തിൽ തന്നെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന നാഗരാജാക്കന്മാരുടെ ഈ വിഗ്രഹവും അതോടൊപ്പം തന്നെ അവിടെയുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ തകർത്തിട്ടിരിക്കുന്നു. ആ വിളക്കുകൾ നശിപ്പിച്ചിരിക്കുന്നു. അത്തരത്തിൽ ഒരു കലാപ ശ്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചതായി സംശയിക്കാവുന്ന രീതിയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ പരിശോധിച്ചപ്പോൾ സമീപത്തുണ്ടായിരുന്ന ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പുൽക്കൂട് സ്ഥാപിച്ചിരുന്നു. ആ പുൽക്കൂടും ഇത്തരത്തിൽ നശിപ്പിച്ച നിലയിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പോലീസ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. എന്തായാലും ഈ ഒരു ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ആ ക്ഷേത്രം ഏറെക്കാലമായി തന്നെ അവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ ആരാധിച്ചു പോരുന്ന, അതായത് ഒരു കാവാണ്. അതിന് ഒരു ശ്രീകോവിലും കൂടെയുണ്ട്. അതിന് മുന്നിലായി സ്ഥാപിച്ചിരിക്കുന്ന വിളക്കും ഈ സമീപത്തായുള്ള വിഗ്രഹങ്ങളുമാണ് തകർത്തിട്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്തായാലും ആരോ രാത്രിയിൽ കരുതിക്കൂട്ടി ഈ ഇവിടെ പ്രദേശത്ത് ഒരു കലാപം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ ചെയ്തു എന്നുള്ള സംശയമാണുള്ളത്. പോലീസ് അവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് എത്തും എന്നാണ് വിവരം. അതോടൊപ്പം മറ്റ് വിരലടയാള വിദഗ്ധരടക്കമെത്തി ഈ പരിശോധന നടത്തും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ക്ഷേത്രത്തിന് നേരെയും അതോടൊപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന മറ്റ് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നശിപ്പിച്ച നിലയിലാണ്. ഈ പ്രദേശത്ത് മുൻപ്, അതായത് 10 വർഷം മുൻപാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അന്നും ഇത്തരത്തിൽ തന്നെയായിരുന്നു. ഈ വിഗ്രഹങ്ങളടക്കം തകർത്ത ഒരു നിലയിലായിരുന്നു. വീണ്ടും മനോജ്, ഏതെങ്കിലും തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പങ്ക് തള്ളിക്കളയാൻ കഴിയുന്നതാണോ? കാരണം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ അടുത്ത കാലത്തായി ഈ ക്ഷേത്രങ്ങൾക്ക് നേരെ വളരെ ബോധപൂർവമായ അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് മോഷണവുമായൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളല്ല, മറിച്ച് അല്ലാതെ വളരെ ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ആക്രമണങ്ങളുടെ പട്ടികയിലേക്ക് ഇത് വരുമോ? ആ രീതിയിൽ എന്തെങ്കിലുമുള്ള സംശയങ്ങൾ അവിടെ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ടോ? തീർച്ചയായും ഒരു മോഷണ ശ്രമമല്ല നടന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാരണം കരുതിക്കൂട്ടി തന്നെ ഇത്തരത്തിൽ ഈ വിശ്വാസങ്ങളെ അവഹേളിക്കണമെന്ന തരത്തിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെയും അതിന് പുറത്തേക്ക് വലിച്ചെറിയുകയും ആ വിളക്കുകൾ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവിടെയുള്ള സാധന സാമഗ്രികൾ മേശയടക്കം തകർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് നാട്ടുകാർ പറയും. ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് ഇങ്ങനെ കാണുന്നതും പിന്നീട് കൊട്ടാരക്കര പോലീസിനെ വിവരം അറിയിക്കുന്നതും. പോലീസ് അവിടെ എത്തി കൂടുതൽ പരിശോധന നടത്തുകയാണ്. ആരാണ് ഇത് ചെയ്തത് എന്നുള്ളതിനെ പറ്റി പോലീസ് അന്വേഷിക്കുകയാണ്. CCTV ദൃശ്യങ്ങളടക്കം, സമീപത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചായും ഈ അന്വേഷണം. എന്തായാലും പോലീസ് സമഗ്രമായി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഓക്കെ മനോജ്, കൊട്ടാരക്കരയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാവിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. വിഗ്രഹങ്ങൾക്ക് കേടുപാടുണ്ടായിട്ടുണ്ട്. മോഷണ ശ്രമമല്ല നടത്തിയിരിക്കുന്നത്. ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഈ അക്രമകാരികളുടെ ലക്ഷ്യം എന്ന കാര്യത്തിൽ സംശയമില്ല. കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചതായി മനോജ് റിപ്പോർട്ട് ചെയ്യുന്നു. നേരെ